ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നല്ല രസകരമായ രീതിയിൽ ഇന്നത്തെ കഥയിൽ നമ്മുടെ ഗീതു അങ്ങ് തകർത്താടി. ഗീതുവിനെ മാക്സിമം പുറന്തള്ളാനായിട്ട് ശ്രമിച്ചതായിരുന്നു രാധികയും രാധികയുടെ മക്കളും കൂടെ ചേർന്ന്. പക്ഷേ അവിടെ ലാസ്റ്റ് വിജയം നമ്മുടെ ഗീതുവിന് തന്നെയാണ്. ഗീതു അങ്ങനെ മുറിയിൽ സർവാധികാരിയായി ഗോവിന്ദൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ആ മുറിയിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് രാധികയൊക്കെ മിണ്ടാട്ടം മുട്ടി അങ്ങനെ അവിടെ നിൽക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ഈ ബഹളവും കാര്യങ്ങളും ശബ്ദമൊക്കെ കേട്ട് നമ്മുടെ രേഖ അങ്ങോട്ടേക്ക് വന്നു. രേഖ വന്നിട്ട് എന്താ ഇവിടെ സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ ഇപ്പോൾ ജഡ്ജി നമ്മുടെ ഗീതുവിൻ്റെ അടുത്ത ആളാണെന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇവർക്ക് പേടിയാണ് ഗീതുവിനോട് ഒരു പരിധി കൂടുതൽ ഇടപെടാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട്. അപ്പോൾ ഗീതു അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഒതുങ്ങി ഇങ്ങനെ നിൽക്കുകയാണല്ലോ, ഞാൻ മേഡത്തിനെ വിളിക്കും എന്ന് പറഞ്ഞപ്പോൾ. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ രേഖ അങ്ങോട്ടേക്ക് വരുന്നത്. രേഖ വന്നു, എന്താ ഇവിടെ പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ തൽക്കാലം പ്രശ്നമൊന്നുമില്ല, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ മുറിയിലേക്ക് ചേക്കേറാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഗീതുവിൻ്റെ തീരുമാനം എന്തുകൊണ്ട് നന്നായി എന്ന് രേഖ ഗീതുവിനോട് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗീതു, അങ്ങനെ ഞാനായിട്ടൊരു തീരുമാനം എടുത്തതല്ല രേഖച്ചി, ഞാനെടുത്ത തീരുമാനം ഉണ്ടല്ലോ അത് ജഡ്ജിയുടെ തീരുമാനമാണ്, ഇന്ന് കോടതിയിൽ സംഭവിച്ചതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണിതെന്നൊക്കെ പറഞ്ഞു. എന്തായാലും സ്വന്തം കുഴി തോണ്ടിക്കൊണ്ട് ഓരോരുത്തർ ഓരോന്ന് ചെയ്തു വെച്ചത് എനിക്ക് ഗുണമായി. എനിക്കിപ്പോൾ ഒരുപാട് കഷ്ടപ്പാടൊന്നുമില്ല, അത് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ബെഡ്റൂമിലേക്ക് പോകാനായിട്ട് അവസരം കിട്ടിയെന്ന് പറഞ്ഞു. അതിന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും എനിക്ക് അതിയായ നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗീതു ഇങ്ങനെ പറയുക. അപ്പം ഗീതു ഇതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പല്ലു ഉറുമ്മി പിടിച്ച് രാധികയും അതുപോലെ തന്നെ വരുണും നിൽപ്പുണ്ട്. ആ സമയത്ത് നമ്മുടെ ഗീതുവിൻ്റെ നേരെ ഇങ്ങനെ നോക്കി, എന്തായാലും നന്നായി, നിനക്ക് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയത് കൊണ്ട് ഇപ്പോൾ നിൻ്റെ ജീവിതം നിനക്ക് തിരികെ കിട്ടിയില്ലേ ഗീതു എന്ന് രേഖ പറഞ്ഞപ്പോൾ. എന്താ രേഖച്ചിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ദേ രേഖച്ചിക്ക് ഈ വീട്ടിൽ സംഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഞാനുണ്ടാക്കി തരാം. ഞാനൊരു കോള് വിളിച്ചാൽ മതി, സംഭവമൊക്കെ എന്തായാലും റെഡിയായി കിട്ടും. ഗാർഹിക പീഡനോ അല്ലെങ്കിൽ ഭർത്താവിൽ നിന്ന് കിട്ടേണ്ടതായ ഭർത്തൃ സൗകര്യങ്ങളോ സ്നേഹമോ കരുതലോ ഒന്നും കിട്ടുന്നില്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു ഒരു കംപ്ലൈൻ്റ് അങ്ങ് കൊടുത്താൽ മതി. കേസ് ഞാൻ വാദിച്ചോളാം. രേഖേച്ചി ആരെയാണ് പേടിക്കുന്നത്? എന്തിനാ പേടിക്കുന്നത്? രേഖേച്ചിക്ക് കിട്ടേണ്ട അവകാശങ്ങളെല്ലാം നമുക്ക് നേടിയെടുക്കാമെന്നേ ഞാനല്ലേ പറയുന്നത്, ഗീതു അല്ലേ പറയുന്നത്. ഗീതു രേഖേച്ചിയുടെ കൂടെയില്ലേ, പിന്നെ എന്തിനാ രേഖേച്ചി ടെൻഷൻ അടിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവരുടെ, അതായത് വരുണിൻ്റെയും ഈ രാധികയുടെയും ഗോവിന്ദിൻ്റെയും ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നമ്മുടെ ഗീതു ഇങ്ങനെ തകർത്തു വാരുന്നു. ഗീതു അതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മയും മോനും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. വരുണിന് അന്നേരം പേടിയായി. ഗീതു എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിക്കുന്നവളാണെന്നുള്ള കാര്യം നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇവളെങ്ങാനും കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പാലും വെള്ളത്തിൽ കിട്ടുമെന്നറിയാവുന്നത് കൊണ്ട് അവിടെ നിന്ന് വരുൺ ഇങ്ങനെ പപ്പ അടിച്ച് അവിടെ നിന്ന് അങ്ങ് രക്ഷപ്പെട്ടു. കാരണം ഇനി കൂടുതൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് വരുണിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അപ്പോൾ വരുൺ അങ്ങ് പോയി കഴിഞ്ഞപ്പം നീ ഇത് എന്ത് ഭാവിച്ചാണെന്ന് രാധിക ചോദിച്ചു. ഞാൻ എന്ത് ഭാവിക്കാൻ? ഞാനൊന്നും ഭാവിച്ചില്ല. ഞാൻ പറഞ്ഞത് കാര്യമല്ലേ. രേഖേച്ചിക്ക് ഭർത്താവിൽ നിന്ന് കിട്ടുന്നില്ലാത്ത എല്ലാ സൗകര്യങ്ങളും ഞാൻ മേടിച്ചു കൊടുക്കാമെന്നാണ് പറഞ്ഞത്. അതൊക്കെ അമ്മ മേടിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളല്ലായിരുന്നു. എന്നെ അതിലേക്ക് വലിച്ചഴിച്ച് ഇടയ്ക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അമ്മയൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ നടക്കുന്ന കാര്യങ്ങൾ അമ്മ മനസ്സ് വയ്ക്കാത്തത് കൊണ്ട് ആരെങ്കിലുമൊക്കെ മനസ്സ് വയ്ക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ മനസ്സ് വയ്ക്കാമെന്ന് പറഞ്ഞതെന്നും പറഞ്ഞ് നമ്മുടെ ഗീതു ഇങ്ങനെ രാധികയെ എടുത്തിട്ട് പൊരിച്ചുകൊണ്ടിരിക്കാം. ഇനിയും ഇവളുടെ മുന്നിൽ നിന്നാൽ അത് പ്രശ്നമാകുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ രാധിക ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടുകയും ചെയ്തു. അത് കഴിഞ്ഞ് രേഖേച്ചിയെ സമാധാനിപ്പിച്ച് ടെൻഷനാകേണ്ട രേഖേച്ചി നമുക്കെല്ലാം റെഡിയാക്കാമെന്ന് പറഞ്ഞ് രേഖേച്ചിയും പറഞ്ഞ് സമാധാനിപ്പിച്ച് നമ്മുടെ ഗീതു ഗോവിന്ദൻ്റെ കൂടെ റൂമിലേക്ക് ചെല്ലുന്നു. റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞും ഗീതു എല്ലാം ഇങ്ങനെ എടുത്ത് ഒതുക്കി പറക്കിയൊക്കെ വെക്കുന്നു. ഗീതുവിൻ്റെ സാധനങ്ങൾ വെക്കുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ഗോവിന്ദു ആ തലേണയൊക്കെ എടുത്ത് പിടിച്ചിട്ട് എൻ്റെ മുറിയിൽ കയറിയെന്നും പറഞ്ഞു നീ കൂടുതൽ ആളാവുകയൊന്നും വേണ്ട. നിൻ്റെ ആളാകലും നിൻ്റെ കള്ളത്തരമൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. നീ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയൊക്കെ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ആരെയും കാണിക്കാൻ വേണ്ടിയല്ല, എല്ലാം ഞാൻ സത്യസന്ധമായും സ്നേഹത്തോടെയും കൂടി ചെയ്യുന്നതാണ് കണ്ണേട്ടാ. കണ്ണേട്ടൻ എന്താ അത് മനസ്സിലാകാത്തതെന്നും ചോദിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ കണ്ണേട്ടാന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു. നീ മുറിയിൽ കയറിയപ്പോൾ തൊട്ട് എൻ്റെ സമാധാനം മൊത്തത്തിൽ നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. നിൻ്റെ ഉണ്ടല്ലോ, നിൻ്റെ അഭിനയം കണ്ടിട്ട് എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുകയാണെന്ന് പറയും. ഇത് അഭിനയമല്ലെന്ന് പറഞ്ഞില്ല, ഇതെല്ലാം എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് എൻ്റെ കണ്ണേട്ടന് മനസ്സിലാവാത്തത്? ഞാനേ ഹൃദയം തുറന്ന് എൻ്റെ കണ്ണേട്ടനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നീ മിണ്ടാതിരിക്കടീ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണു. അതെ, കോടതിയിൽ കാണിച്ച പോലെ ഇവിടെ വന്ന് കിടന്ന ഷോ കാണിക്കാമെന്നൊന്നും നീ വിചാരിക്കേണ്ടെന്നൊക്കെ ഗോവിന്ദൻ പറഞ്ഞിട്ട് ആ കയ്യിലിരുന്ന തലേണയൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് നീ എവിടെയാന്ന് വെച്ചാൽ പോയി തൊലയടിയെന്ന് പറഞ്ഞു കൊടുത്തു. ഞാനെന്തിനാ പോയി തൊലയുന്നേ? ഞാനേ ഗോവിന്ദേട്ടൻ്റെ ഭാര്യ. ഇപ്പോൾ ഗോവിന്ദേട്ടനായോ? ഗോവിന്ദേട്ടനും കണ്ണേട്ടനൊക്കെ എൻ്റെ തന്നെയല്ലേ, പിന്നെ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഗീതു. ഞാനേ കണ്ണേട്ടൻ്റെ ഭാര്യ, അതുകൊണ്ട് തന്നെ ഞാൻ നിലത്ത് കിടക്കേണ്ടവളാണോ? ഒരിക്കലും അല്ല, ഞാൻ കണ്ണേട്ടൻ്റെ കൂടെ ബെഡിൽ ഉറങ്ങേണ്ടവളാണെന്നും പറഞ്ഞ് ഗീതു ഇങ്ങനെ പറയണു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നീ എൻ്റെ കൂടെ ബെഡിൽ ഉറങ്ങണ്ടെന്നും പറഞ്ഞുകൊണ്ടായി ഗോവിന്ദൻ.
അത് കണ്ണേട്ടൻ ഞാൻ ഇപ്പം വിളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്നിട്ട് നമ്മുടെ ഗീതു ഇങ്ങനെ ഗോവിന്ദനെ ഇങ്ങനെ വട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു നമ്മുടെ ഗോവിന്ദന്. അങ്ങനെ ഗോവിന്ദ് ഗീതുവായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് തർക്കവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളും രസകരമായ രീതിയിലുള്ളതൊക്കെ ഇവർക്കിടയിൽ നടക്കുന്നു. ഈ സമയത്ത് വരുൺ അമ്മയുമായിട്ടിരുന്ന് സംസാരിക്കുമ്പം പറഞ്ഞു കൊടുക്കുവാണ്, അമ്മയും മകനും കൂടി ചേർന്ന് ഇരുന്ന് സംസാരിക്കുമ്പം അവളെ സൂക്ഷിക്കണം, അവൾ പ്രശ്നക്കാരിയാണെന്നും അവൾ ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്തവളാണെന്നും അതുകൊണ്ട് തന്നെ അവളെ വളരെയേറെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയല്ല അമ്മയും മോനും കൂടി ഇരുന്ന് പറയാം. രേഖയുടെ മുന്നിൽ നീ ഒരുപാട് അങ്ങോട്ട് കടുംപിടുത്തം പിടിക്കേണ്ട കാര്യമില്ല, കുറച്ചൊക്കെ മയപ്പെടുന്നത് നല്ലതായിരിക്കും, എങ്കിൽ മാത്രമേ ഇപ്പം ഗീത് ഇവിടെ ഉള്ളതുകൊണ്ട് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് അമ്മ മകനെ ഉപദേശിക്കുന്നു. എനിക്കിഷ്ടമല്ലാത്തവളുടെ നേരം ഞാൻ എങ്ങനെയാണ് അമ്മ എന്നൊക്കെ ചോദിച്ചപ്പം അതൊക്കെ നീ സഹിച്ചേ പറ്റുമെന്നും പറഞ്ഞ് അങ്ങനെയൊക്കെ പറയണം. അങ്ങനെ ആ ഒരു സാഹചര്യം രണ്ടുപേരും കൂടെ ഷെയർ ചെയ്യുകയാണ്. അവൾ എല്ലാ അധികാരങ്ങളും പിടിച്ചെടുക്കാൻ പോവുകയാണെന്ന് നമുക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിച്ച്. അത് കഴിഞ്ഞപ്പോൾ ഇതിനൊക്കെ നമുക്ക് തിരിച്ചടിക്കാനുള്ള ഒരു അവസരം വരും എന്നും പറഞ്ഞ് അമ്മ മകനോട് പറയുക. അവസരവും കാത്തിരിക്കുമ്പോഴേക്കും അറക്കൽ തറവാടിൻ്റെ സർവാധികാരിയായി അറക്കൽ ഗോവിന്ദ് മാധവൻ്റെ ഉത്തമ ഭാര്യയായി ഗീതു മാറിക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനൊന്നും ഒരു അവസരം ഉണ്ടാകില്ലെന്നും പറഞ്ഞ് രാധിക മകനെ സമാധാനിപ്പിക്കുന്നുമുണ്ട്. അങ്ങനെ അമ്മയും മോനും കൂടെ അവിടെ നിന്ന് സംസാരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞു. നമ്മുടെ സാന്ദ്ര ഗീതുവിനെ വിളിച്ചിട്ട് കിഷോറിൻ്റെ ആ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടല്ലോ, അതിനകത്തുണ്ടായിരുന്ന സകല ഫാൾട്ടും കാര്യങ്ങളും ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗീതുവും എല്ലാം മനസ്സിലാക്കി അതിനെക്കുറിച്ച് ശരിക്കും പഠിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും കിഷോർ വിവരങ്ങൾ അറിയാനായിട്ട് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഗീതു ഇങ്ങനെ ആ ഒരു സാന്ദ്ര പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് കിഷോറിനോട് സംസാരിക്കുകയാണ്. നിങ്ങൾ എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കാണിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് ഈ പ്രൊജക്റ്റ് മുന്നോട്ട് പോവില്ല, അതിന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വർക്കാണ് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗീതു മേഡത്തിന് എക്സ്പീരിയൻസിൻ്റെ കാര്യം എന്തറിയാം എന്ന് കിഷോർ ചോദിക്കുക. ഗീതു മേഡത്തിൻ്റെ എക്സ്പീരിയൻസിനെ പറ്റി എന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കണമെന്ന് ചോദിച്ചു. ഗീതു ഇതെല്ലാം മിണ്ടാതെ നിന്ന് കേൾക്കുവാണ്. അങ്ങനെ ഗീതുവിനെ വളരെ അടിച്ചിരുത്തിക്കൊണ്ട് ഇവൻ സംസാരിക്കുന്നു. വേറൊന്നുമല്ല, ഫുഡ് ഡെലിവറിയുടെ എക്സ്പീരിയൻസ് അല്ല IT സൊല്യൂഷന് വേണ്ടതെന്നും അതിൻ്റേതായ ആ കാര്യങ്ങളാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഗീതുവിനെ അടിച്ചിരുത്തി സംസാരിക്കുമ്പോഴേക്കും ഗീതു ശരിക്കും റേസായി. ഷട്ടാപ്പ് എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഭയങ്കരമായിട്ടങ്ങ് ശബ്ദം ഉയർത്തി അങ്ങ് നിർത്താൻ പറഞ്ഞു. നീ എന്തറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് ഇവൻ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, അതിലെ ഫുൾ തെറ്റുകളും ഈ കിഷോർ എന്ന് പറയുന്ന വ്യക്തിയുടെ മുഖത്ത് നോക്കി അല്ലെങ്കിൽ ഫോണിലൂടെ വിളിച്ചു പറഞ്ഞ് അവൻ ചെയ്തതും ഫുൾ തെറ്റാണെന്നുള്ള കാര്യം സമർത്ഥിച്ച് സംസാരിക്കുന്നു. ഗീതുവിൻ്റെ ടാലൻറ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ, ഗീതു പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ കിഷോർ അന്താളിച്ചിങ്ങനെ നിന്നുപോയി. ഗീതുവിന് ഇതൊക്കെ എങ്ങനെ അറിയാം എന്നുള്ളൊരിത്. കാരണം എന്തൊക്കെ ഒരു IT സൊല്യൂഷൻ ഫീൽഡിലുണ്ടോ അതെല്ലാം നമ്മുടെ ഗീതു 1 by 1 ആയിട്ട് മണി പോലെയാണ് കിഷോറിൻ്റെ മുന്നിൽ നിന്ന് വിസ്തരിച്ചങ്ങ് പറഞ്ഞത്. കിഷോർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഗീതു ഇതുപോലെ നിന്ന് സംസാരിക്കുമെന്ന്. കാരണം ഗീതു അതുപോലെ സ്ട്രോങ് ആയിട്ട് നിന്നാണ് കിഷോറിന് മുന്നിൽ സംസാരിച്ചത്. അപ്പം ഗീതു ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് അന്താളിച്ച് നിൽക്കുമ്പോൾ വിത്തിൻ ഇത്ര ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര മണിക്കൂറിനുള്ളിൽ ഇത് മുഴുവൻ കറക്റ്റ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ടൊരു പ്രൊജക്ട് റിപ്പോർട്ട് എൻ്റെ മുന്നിൽ നീ കൊണ്ടുവന്ന് വെച്ചില്ലെങ്കിൽ ഈ ഡീൽ ഇവിടം കൊണ്ട് അവസാനിക്കുമെന്നും പിന്നെ നീയോ നിൻ്റെ സ്ഥാപനമോ ഈ പറയുന്ന ഇവരുടെ കമ്പനിക്ക് ഇതായിട്ടുണ്ടാവില്ലെന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇവനെ വെല്ലുവിളിക്കുക, അല്ലെങ്കിൽ ഇവനെ ശരിക്കും എടുത്തിട്ട് പൊളിക്കുകയാണ്. എൻ്റെ ക്യാബിനിൽ ഇത്ര മണിക്കൂറിനുള്ളിൽ അതിൻ്റെ പ്രൊജക്ട് റിപ്പോർട്ട് കറക്റ്റ് ഡീറ്റെയിൽസ് ആയിട്ട് എനിക്ക് കിട്ടിയിരിക്കണം എന്നും പറഞ്ഞുകൊണ്ടാണ് ഗീതു ഇങ്ങനെ പറയണേ. അപ്പം ഗീതുവിൻ്റെ ആ ഒരു പവർ അല്ലെങ്കിൽ ഗീതുവിൻ്റെ സംസാരത്തിലുള്ള ആ ഒരു സ്ട്രോങ്നെസ് ഇതൊക്കെ കേട്ടതേ ഈ കിഷോർ അന്താളിച്ചിങ്ങനെ നിൽക്കുക. അങ്ങനെ കിഷോർ ഇത് പറഞ്ഞ് ഇങ്ങനെ ഫോൺ അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഇവളെങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഇത്രയ്ക്ക് പരിജ്ഞാനം നേടിയത്, അല്ലെങ്കിൽ ഇവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ്, അതൊക്കെ ഗീതാഞ്ജലിക്ക് എങ്ങനെ കിട്ടി, അല്ലെങ്കിൽ ഗീതു എങ്ങനെ അതൊക്കെ പഠിച്ചെടുത്തു എന്നുള്ളൊരിതിൽ ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ കിഷോർ. അപ്പോഴാണ് അപർണിക അങ്ങോട്ടേക്ക് വരുന്നത്. അപർണിക വന്നിട്ട് കിച്ചുവിനോട് ചോദിച്ചു എന്താണ് പറഞ്ഞതെന്നുള്ള കാര്യം. ഗീതു പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ചോദിച്ചപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ കിഷോർ ഇങ്ങനെ നിൽക്കുക. എന്താ കിച്ചുവിന് ചെവി കേട്ടൂടെ, ഞാൻ ചോദിച്ചത് എന്താ അറിഞ്ഞില്ലേ അല്ലെങ്കിൽ കേട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ കിച്ചു പറഞ്ഞു ആ പ്രൊജക്ട് റിപ്പോർട്ടിൽ ചില കറക്ഷൻസ് ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞു, അതൊക്കെ റെഡിയാക്കി കൊടുക്കണമെന്നാണ് പറഞ്ഞത്, ഇത്ര മണിക്കൂറിനുള്ളിൽ കൊടുക്കണമെന്ന് പറഞ്ഞു എന്നുള്ള കാര്യം പറഞ്ഞു. കിച്ചുവിനോട് ഞാൻ പറഞ്ഞതല്ലേ എന്നും ചോദിച്ചുകൊണ്ട് അവർണിക്ക് നേരത്തേക്കും ഭയങ്കരമായിട്ട് കിച്ചുവിനോട് ദേഷ്യപ്പെടുന്നു. എങ്ങനെ പോയാലും കിഷോർ എന്ന് പറയുന്ന നന്ദി കെട്ടവൻ അല്ലെങ്കിൽ നാണം കെട്ടവന് തിരിച്ചടികളുടെ കാലമാണ്. കിഷോർ, രാധിക, അതുപോലെ തന്നെ വരുൺ, ഇവർക്കൊക്കെ ഇനിയിപ്പോൾ ഗോതമുണ്ടയൊക്കെ തിന്നാനും അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകാനൊക്കെയുള്ള സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ പടിപടിയായിട്ട് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു.
അപ്പോൾ അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വരുന്നത്. അപ്പോൾ നാളത്തെ കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.